നമ്മൾ ഇന്ന് നോക്കാൻ പോണത് ഡ്രോയിങ് എ ബേസിക് ബ്രേക്ക് ഈവൻ ചാർട്ട്. ബേസിക് ബ്രേക്ക് ഈവൻ ചാർട്ട് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ബ്രേക്ക് ഈവൻ ചാർട്ട്. ഇതാണ് നമ്മുടെ ബേസിക് ബ്രേക്ക് ഈവൻ ചാർട്ട്. ഈ ബേസിക് ബ്രേക്ക് ഈവൻ ചാർട്ടിലൂടെ എന്തൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം? ഒന്ന്, ഫിക്സഡ് കോസ്റ്റ്. 2 ബ്രേക്ക് ഇവൻ യൂണിറ്റ്സ്, 3 ബ്രേക്ക് ഇവൻ റവന്യൂ, 4 MOS ഇൻ ദി യൂണിറ്റ്സ് ആൻഡ് പെർസെൻറ്റേജ്, 5 വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, 6 സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്, 7 പ്രോഫിറ്റ് ഓർ ലോസ്. ഈ ഒരു ഭാഗം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു വട്ടം ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു പോർഷനാണ്. ഓക്കെ, സോ എല്ലാവരും വൃത്തിക്ക് ശ്രദ്ധിച്ചിരിക്കുക. Okay, a basic break-even chart records cost and revenue on the vertical axis Y. Yയിൽ എന്തായിരിക്കും? ഇതാണ് Y. Yയിൽ എന്തായിരിക്കും? കോസ്റ്റ് ആൻഡ് റവന്യൂസ്. ഓക്കെ, ഇനി എക്സിൽ എന്തായിരിക്കും? ലെവൽ ഓഫ് ആക്ടിവിറ്റി അഥവാ നമ്പർ ഓഫ് യൂണിറ്റ്സ്. നമ്പർ ഓഫ് യൂണിറ്റ്സ് അഥവാ ലെവൽ ഓഫ് ആക്ടിവിറ്റി ആണ് Yയിൽ അല്ല എക്സിൽ നമ്മൾ കാണിക്കണം. Okay, the break-even point can be read off where the total sales revenue line cut off the total cost line. അവർ പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക് ഈവൻ പോയിന്റ് ഏതാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ? ഈ 0 തുടങ്ങണ ഈ ലൈൻ, ഇതാണ് സെയിൽസ് റവന്യൂന്റെ ലൈൻ. ഇതാണ് നമ്മുടെ സെയിൽസ് റവന്യൂ. ഓക്കെ, സെയിൽസ് റവന്യൂവിൻ്റെ കുറച്ച് അടിയിലായിട്ട് ഫിക്സഡ് കോസ്റ്റിൽ നിന്ന് തുടങ്ങണതാണ് ടോട്ടൽ കോസ്റ്റ്. അപ്പം ഏതാണ് ഫിക്സഡ് കോസ്റ്റ്? ഇതാണ് ഫിക്സഡ് കോസ്റ്റ്. എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. എന്താണ് എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആണ് എന്ത്? ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ ദിസ് വിൽ ബി ഫിക്സഡ് കോസ്റ്റ്. നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട് 6 സംഭവങ്ങൾ. അത് നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ് എത്രയാ? ഇതാണ് നമ്മുടെ ഫിക്സഡ് കോസ്റ്റിന്റെ ലൈൻ. കളറ് കുറച്ച് ഡിഫറെൻ്റ് ആക്കാം. എല്ലാം യെല്ലോ വെച്ചോണ്ടിരുന്നാൽ മനസ്സിലാവില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ഫിക്സഡ് കോസ്റ്റിന്റെ ലൈൻ. അപ്പൊ ഫിക്സഡ് കോസ്റ്റ് എത്ര? ഈ 20, ദാറ്റ് ഈസ് 20,000. ഫിക്സഡ് കോസ്റ്റ് എത്രയാ? 20,000. ഇനി ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് നമുക്ക് ബ്രേക്ക് ഈവൻ യൂണിറ്റ് കണ്ടുപിടിക്കുക? കമോൺ പറഞ്ഞേ. ഓക്കെ, എവിടെയാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ്? ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുമ്പോൾ ദർ ഇസ് നോ ലോസ് ആൻഡ് നോ പ്രോഫിറ്റ്, ഓർ പ്രോഫിറ്റും ലോസും ഒക്കെ 0 ആയിരിക്കും. ഈ പോയിന്റിനാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയണേ. ദിസ് പോയിന്റ്, ഇതാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ്. ഈ പോയിന്റിൽ സെയിൽസ് റവന്യൂ ഇസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റും ആയിരിക്കും, പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ലോസ്, ഓർ എന്താ പ്രോഫിറ്റ് ഈക്വൽ ടു ലോസ് ഈക്വൽ ടു 0. അവിടെ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് ആണ് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ്. അപ്പൊ നമുക്ക് ബ്രേക്ക് ഈവൻ യൂണിറ്റ് കണ്ടൂടെ? കാണാം. എങ്ങനെ? ഈ പോയിന്റിന് നേരെ വരണത് ഏത് പോയിന്റിലാ? ഇവിടുത്തെ പോയിന്റ്. ഇത് എത്രയായിരിക്കും? ഇത് 800, ഇത് 900. അപ്പൊ ഇത് എത്ര ആയിരിക്കും? 1000. അപ്പൊ ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് എത്രയായിരിക്കും? 1000. ഓക്കെ, ഇനി നമുക്ക് ബ്രേക്ക് ഈവൻ സെയിൽസ് റവന്യൂ കാണണം. ബ്രേക്ക് ഈവൻ സെയിൽസ് റവന്യൂ എങ്ങനെ കാണാം? ഇവിടെ യൂണിറ്റ്സ്, ഇവിടെ കോസ്റ്റ് ആൻഡ് റവന്യൂ. എത്രയായിരിക്കും അപ്പോ? 50,000. ഭയങ്കര സിമ്പിളാണ്. ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി, നമുക്ക് ഈസിലി അത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ബ്രേക്ക് ഈവൻ സെയിൽസ് റവന്യൂ കിട്ടി, ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് കിട്ടി. ഇനി നമുക്ക് സെല്ലിംഗ് പ്രൈസ് കണ്ടൂടെ? കാണാം. എന്തുകൊണ്ട്? എങ്ങനെ കാണാം?
നമുക്ക് ടോട്ടൽ സെയിൽസ് റവന്യൂ കിട്ടി. എത്ര? 50,000 ആണ് നമ്മുടെ ടോട്ടൽ സെയിൽസ് റവന്യൂ. എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സിന്? 1000 നമ്പർ ഓഫ് യൂണിറ്റ്സിന് 50,000 ആണ് സെയിൽസ് റവന്യൂ. അപ്പോൾ ഒരെണ്ണത്തിന്റെ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? 50,000 ഡിവൈഡ് ബൈ 1000. ദാറ്റ്സ് 50. അപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റും കിട്ടി. ഇനി നമുക്ക് എന്ത് കാണാം? ഇനി നമുക്ക് MOS കാണാം. MOS ഇൻ യൂണിറ്റ്സ് ആൻഡ് പെർസെൻറ്റേജ്. MOS കാണാനുള്ള ഇക്വേഷൻ എന്താ? ബഡ്ജറ്റഡ് യൂണിറ്റ് മൈനസ് ബ്രേക്ക് ഈവൻ യൂണിറ്റ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് MOS ഇൻ യൂണിറ്റ് കിട്ടും. അതെത്രയാ? MOS ഇൻ യൂണിറ്റ്, ബഡ്ജറ്റഡ് യൂണിറ്റ് എത്ര? ഇവിടെ ബഡ്ജറ്റും ബ്രേക്ക് ഈവൻ യൂണിറ്റ് എത്ര? ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ട് ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് എത്രയാ? 1000. ഓക്കെ, ഇനി നമ്മുടെ ബഡ്ജറ്റഡ് യൂണിറ്റ് എത്രയാ? ബഡ്ജറ്റഡ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടോട്ടലി നമ്മുടെ എത്ര ഉണ്ട്? ഇവിടെ ഓൾറെഡി നോക്ക്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഫോർകാസ്റ്റ് സെയിൽസ് 1700 യൂണിറ്റ്സ് പെർ മന്ത്. ഒരു മാസം 1700 യൂണിറ്റ്സ് ഉണ്ടാക്കുമെന്ന് ഓൾറെഡി ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ബഡ്ജറ്റ് ചെയ്ത യൂണിറ്റ് എത്രയാ? 1700 മൈനസ് ബ്രേക്ക് ഈവൻ യൂണിറ്റ്. ബ്രേക്ക് ഈവൻ യൂണിറ്റ് എത്ര? ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ MOS ഇൻ യൂണിറ്റ് എത്രയാ? 700. ഇനി MOS ഇൻ പെർസെൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാ? ബഡ്ജറ്റഡ് യൂണിറ്റ് മൈനസ് ബ്രേക്ക് ഈവൻ യൂണിറ്റ് ഡിവൈഡ് ബൈ ബഡ്ജറ്റഡ് യൂണിറ്റ്. അപ്പൊ ഈസ് ഈക്വൽ ടു ബഡ്ജറ്റഡ് യൂണിറ്റ് മൈനസ് ബ്രേക്ക് ഈവൻ യൂണിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു, ഡിവൈഡ് ബൈ ബഡ്ജറ്റഡ് യൂണിറ്റ്. എത്രയാ ബഡ്ജറ്റഡ് യൂണിറ്റ്? 1700. സോ നമുക്ക് എത്ര കിട്ടും? ഇൻ പെർസെൻറ്റേജ് അല്ലേ, അപ്പൊ പെർസെൻറ്റേജ് ആക്കുമ്പോൾ വാട്ട് വി വിൽ ഗെറ്റ് 41% ഓർ പോയിന്റ് ഇടുമ്പോൾ ആണെങ്കിൽ 41.2%. ഓക്കെ, അപ്പം അത് ഇത് കൂടെ 700 യൂണിറ്റ്സിൻ്റെ അതേപോലെ 41.2%. ഇനി വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെ കാണാം? കുറച്ച് ലോജിക്കലി ആലോചിച്ചോക്കെ. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് എന്തൊക്കെ അറിയാം? നമുക്ക് ഫിക്സഡ് കോസ്റ്റ് എത്രയാണെന്നറിയാം. പിന്നെ വേറെ ഏതെങ്കിലും കോസ്റ്റ് അറിയോ? വേറെ ഏതെങ്കിലും കോസ്റ്റ് ഈ ഫിഗറിൽ, ഈ ഗ്രാഫിൽ തന്നുണ്ടോ? യെസ്. എന്ത് കോസ്റ്റ്? ടോട്ടൽ കോസ്റ്റ്. എന്ത് കോസ്റ്റ്? ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് എത്രയാ? ടോട്ടൽ കോസ്റ്റ് എത്രയാന്ന് നമ്മൾ നോക്കാം. എത്രയായിരിക്കും? ഇതാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റിന്റെ. ഇത് ഇങ്ങനെ 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 ഒരു ആവറേജ് ഒരു 71,000, ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് എടുത്താട്ടാ 71,000. അതിപ്പം നമ്മൾ ഏതെടുത്താലും തെറ്റാനൊന്നും പോകണ്ട. നമുക്ക് ടോട്ടൽ കോസ്റ്റും അറിയാം. അപ്പം നമുക്ക് വേരിയബിൾ കോസ്റ്റ് എങ്ങനെ കാണും? സിമ്പിൾ. ഹൗ? ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര? നമ്മുടെ 71,000 ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് എത്രയാ? 20,000 പ്ലസ് വേരിയബിൾ കോസ്റ്റ്. Oops. 20,000 പ്ലസ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, നമുക്ക് എന്നിട്ട് ഇതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിച്ചൂടെ? വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇവിടേക്ക് 71,000 ഡിവൈഡ് ബൈ 20,000. എത്രയാ? 3.55. ഓ സോറി, ഡിവൈഡ് അല്ല ഗൈസ്, മൈനസ് 51,000 ആയിരിക്കും നമ്മുടെ വേരിയബിൾ കോസ്റ്റ്.
വേരിയബിൾ കോസ്റ്റ് എത്രയായിരിക്കും? 51,000 ആയിരിക്കും. ഓക്കെ, അപ്പൊ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാ? ഒരു 1,700ന്റെ അടുത്ത് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഈക്വൽ ടു 51,000 ഡിവൈഡ് ബൈ എത്രയാ? 1,700. 1,700ലേക്കല്ലേ ഈ പോയിന്റ് കാണിക്കണേ. സോ 30 വിൽ ബി ആർ വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, ഇനിയും പ്രോഫിറ്റ് എങ്ങനെ കാണാം? സെയിൽസ് റവന്യൂന്ന് ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ ബാലൻസ് ഉള്ളത് പ്രോഫിറ്റ് ഓർ ലോസ് ആണോ നോക്കാം. സെയിൽസ് റവന്യൂ എത്രയാ? സെയിൽസ് റവന്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 80,000. 80,000 മൈനസ് എത്ര? ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിച്ചു 71. അപ്പോൾ പ്രോഫിറ്റ് എത്രയായിരിക്കും? 9,000. ഓക്കെ, ഇത്രയുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഇടണുള്ളൂ. കാരണം അല്ലെങ്കിൽ കുറച്ച് സിമ്പിളായിട്ട് ചെറിയ ചെറിയ വീഡിയോ ആകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇവിടെ കണ്ട വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതിക്കണ കണ്ട? ഇതെങ്ങനെയാ? ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്തിട്ടുള്ളത്. സെയിം നമ്മൾ ചെയ്തത് തന്നെ. മാർജിൻ ഓഫ് സേഫ്റ്റി നമ്മൾ കണ്ടുപിടിച്ചു. MOS. ഓക്കെ, സോ എല്ലാവരും വീഡിയോ കാണാം, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഇടുക. ഡൗട്ടൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തന്നോളാം. ഓക്കെ, ബൈ.